ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടിയും കഴിച്ചുമുള്ള കണക്കുകൂട്ടലുകളുടെ തിരക്കിലാണ് കേരളത്തിലെ 3 മുന്നണികളും. UDFിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. മറുവശത്ത് ഇടതുപക്ഷമാകട്ടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തി മുതിർന്ന നേതാക്കളെ അടക്കം രംഗത്തിറക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP പതിവ് പോലെ ഇത്തവണയും വിജയം പ്രതീക്ഷിക്കുന്നു. പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞത് 3 മുന്നണികളുടെയും കണക്കുകൂട്ടലുകളെയും ബാധിച്ചിട്ടുണ്ട്. പോളിംഗ് കുറഞ്ഞാൽ ഇടത് അനുകൂലം, കൂടിയാൽ UDF അനുകൂലം എന്നതായിരുന്നു മുൻകാലങ്ങളിൽ കേരളത്തിലെ പ്രവണത. എന്നാൽ അടുത്ത കാലത്ത് ഇതിൽ വലിയ വ്യത്യാസം വന്നതിനാൽ ഇത്തവണത്തെ കുറവ് ആർക്ക് അനുകൂലമായി മാറുമെന്ന് വിലയിരുത്തുക ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ 6.57% കുറവുണ്ടായത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 71.27% സംസ്ഥാനത്തെ പോളിംഗ്. വീട്ടിലെ വോട്ട് പോസ്റ്റൽ വോട്ടും കൂട്ടുമ്പോൾ ഇതിൽ വീണ്ടും നേരിയ വർധനവുണ്ടായേക്കും. ആകെ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിൽ വീണിട്ടുണ്ടെന്നാണ് ഓരോ മുന്നണിയുടെയും അവകാശവാദം. UDF പ്രതീക്ഷ 16 മുതൽ 20 വരെ സീറ്റാണ്. 20-ൽ 20 നേതൃത്വം ഉറപ്പിക്കുന്നു. ഏറ്റവും മോശം സാഹചര്യത്തിൽ മാത്രമായിരിക്കും 16 സീറ്റിലേക്ക് പോകുക എന്നാണ് വിലയിരുത്തൽ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശൂർ, കണ്ണൂർ മണ്ഡലങ്ങളിൽ മാത്രമാണ് കടുത്ത മത്സരം നടന്നതായി UDF വിലയിരുത്തുന്നത്. വടകര ഉൾപ്പെടെ ബാക്കി 16 മണ്ഡലങ്ങളിലും UDF വലിയ വിജയം ഉറപ്പിക്കുന്നുണ്ട്. LDFിന്റെ പ്രതീക്ഷ 11 സീറ്റ് വരെയാണ്. 6 സീറ്റുകൾ അവർ ഉറപ്പിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പോളിംഗ് ശതമാനമെന്നും LDF വിലയിരുത്തുന്നുണ്ട്. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നതും ഇടത് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. വടകര, ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശൂർ, കണ്ണൂർ, പാലക്കാട് മണ്ഡലങ്ങളിലാണ് LDF ഉറപ്പിക്കുന്നത്. അതേസമയം തിരുവനന്തപുരവും തൃശൂരും വിജയം പ്രതീക്ഷിച്ചിരിക്കുന്ന BJPയുടെ പ്രതീക്ഷകൾ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ തൃശൂരിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുണ്ട്. തലസ്ഥാനത്ത് പ്രതീക്ഷിച്ച ഇടങ്ങളിൽ പോളിംഗ് ഉയരാത്തതാണ് BJPക്ക് തിരിച്ചടിയായത്. എന്നാൽ തൃശൂരിൽ മികച്ച രീതിയിൽ പോളിംഗ് നടന്നെന്നും BJP വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ജൂൺ 5 വരെ കണ്ടറിയാം. അതേസമയം BJPക്ക് ഇത്തവണ കേരളത്തിൽ നിന്ന് കൂടുതൽ MP മാരുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. BJPയുടെ വോട്ട് ശതമാനം ഗണ്യമായി ഉയർന്നെന്നും ഇതിന് സഹായകമായത് ഇവിടുത്തെ യുവജനങ്ങളും സ്ത്രീകളും സാധാരണക്കാരും കർഷകരുമാണെന്നും നരേന്ദ്രമോദി പ്രസ്താവനയിൽ പറഞ്ഞു. ഭാവിയിൽ സംസ്ഥാനത്ത് BJP സർക്കാർ നിലവിൽ വരും. UDFും LDFും ഇത്രയും നാൾ കേരളത്തെ പിന്നോട്ടടിപ്പിക്കുകയായിരുന്നെന്നും അദ്ദേഹം ആരോപിച്ചു. 2019-ൽ UPയിൽ പരാജയം മണത്ത് ഓടി കേരളത്തിൽ എത്തിയയാളാണ് രാഹുലെന്നും ഇത്തവണ കേരളത്തിലും രാഹുൽ തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ കേരളത്തിന്റെ പോളിംഗ് കഴിഞ്ഞാൽ മറ്റൊരു മണ്ഡലത്തിൽ പത്രിക സമർപ്പിക്കുമെന്നും മോദി പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.